ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്, ബട്ടർസ്കോച്ച് പുഡിങ്. ഇതിനകത്ത് നമ്മൾ ബ്രെഡോ ജെലാറ്റിനോ ചൈന ഗ്രേസോ ഒന്നും ചേർക്കുന്നില്ല. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് നോക്കാം. കോൺഫ്ലോർ 1/2 കപ്പ്, പാല് 1 ലിറ്റർ, ഷുഗർ 1/4 കപ്പ്, ബട്ടർ 1/2 കപ്പ്, കാഷ്നട്ട്സും ആൽമണ്ട്സ് രണ്ടും കൂടെ ചേർത്ത് 1/2 കപ്പ്, ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം 1 കപ്പ്, ഫ്രഷ് ക്രീം ആണെങ്കിൽ 200 ഗ്രാംസ്, ഐസിങ് ഷുഗർ 2 ടേബിൾ സ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യമേ ഈ കോൺഫ്ലോർ ഒന്ന് കലക്കി വെക്കണം. അതിനായിട്ട് നമ്മളെടുത്ത 1 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് എടുത്താൽ മതി. ആ പാലിലേക്ക് ഈ കോൺഫ്ലോർ ഇട്ട് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കുക. അതിനുശേഷം മറ്റേ പാലുമായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഇവിടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. ഇനി ഇതിനകത്തോട്ട് വേണ്ട ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല, സ്പൂണിലെല്ലാം ഒട്ടിപ്പിടിക്കും. ഇത് അലിയാൻ തുടങ്ങുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് അലിയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. അതുകൊണ്ട് പഞ്ചസാര കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഫ്രിഡ്ജിനകത്ത് നിന്ന് പുറത്തിറക്കി വെച്ച് തണുപ്പെല്ലാം പോയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇട്ട ഉടനെ കുറച്ചൊന്ന് കട്ടയാവും, അത് കുഴപ്പമില്ല, നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ശരിയായിക്കോളും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇതിനകത്ത് നിന്ന് 2-3 ടേബിൾ സ്പൂൺ എടുത്ത് ഞാൻ ആ നട്ട്സിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. നട്ട്സ് ആദ്യം തന്നെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഒന്ന് പരത്തി വെക്കണം. എന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ കൂടെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കുക. തണുക്കുമ്പോൾ ഇത് കട്ടയായിട്ട് കിട്ടും. ഇനി ഇപ്പോൾ ഉണ്ടാക്കി ബട്ടറും ഷുഗറും കൂടിയിട്ടുള്ള മിക്സ്ചർ ഒന്നും കൂടെ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലോറും പാലും കൂടിയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലോർ അടിയിൽ കട്ടയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ കലക്കി കൊടുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്ത ഉടനെ ഷുഗർ ഇതുപോലെ കട്ടയിട്ടുണ്ടായിരിക്കും, അത് കുഴപ്പമില്ല, മെൽട്ടായിക്കോളും. നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇവിടെ ഷുഗർ ഓൾമോസ്റ്റ് കുറേ മെൽട്ടായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് മെൽട്ടാവാനുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലോർ ഉള്ളതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 2-3 ഡ്രോപ്സ് വനില എസൻസ് കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിൽ നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ പുഡിങ് ഒഴിച്ചു കൊടുക്കാനുള്ള ട്രേയിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഷേപ്പിലുള്ള പാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാം. പുഡിങ് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ 3 പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കുക. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. 200 ഗ്രാംസ് ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുഡിങ് ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്തോട്ട് വെച്ച് 2 hours കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രീം എടുത്താൽ മതി. ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 3 hours കഴിഞ്ഞു. നമ്മുടെ പുഡിംഗ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ക്രീം വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ നേരത്തെ നട്ട്സിൻ്റെ മുകളിൽ കാരമൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ സെറ്റായിട്ടുണ്ടായിരിക്കും. അത് ഇതുപോലെ മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കുക. ചിലരിത് പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചിട്ടും ചെയ്യാറുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ഷീറ്റിൽ നമ്മൾ ചൂടുള്ളത് ഒഴിച്ചു കൊടുക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒരു കവറിനകത്തെങ്ങാനും ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച ക്രീമിൻ്റെ മുകളിൽ ഈ നട്ട്സും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു പുഡിംഗാണ്. ഇതിനകത്ത് നമ്മൾ ബ്രെഡോ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു പുഡിംഗാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്